السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഏകനായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പടച്ചവന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്, ഇവിടെ നമ്മൾ കാണുന്നത് ശുപാർശ ചെയ്യപ്പെടുന്ന ആളുണ്ട്, ശുപാർശ ചെയ്യുന്നവരുണ്ട്. പിന്നെ ആരുടെ അടുക്കലാണ് ശുപാർശ ചെയ്യുന്നത്? മൂന്നാമത്തെ ഒരു ഘടകം കൂടെ ഉണ്ടായല്ലോ, മശ്ഫൂഅൻ ഇൻദഹു. ഷാഫിയുണ്ട്, ശുപാർശ ചെയ്യുന്നവരുണ്ട്, ശുപാർശ ചെയ്യപ്പെടുന്നവൻ മശ്ഫൂഅൻ ലഹു ഉണ്ട്. ആരുടെ അടുക്കലാണോ ശുപാർശ ചെയ്യുന്നത് അവൻ മശ്ഫൂഅൻ ഇൻദഹു. ഇങ്ങനെ മൂന്ന് ഘടകങ്ങൾ ഈ ശുപാർശക്ക് ഉണ്ടാകും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരുടെ അടുക്കലാണോ ശുപാർശ ചെയ്യുന്നത് അത് പെട്ടെന്ന് ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള അനുവാദം ഇവിടെയില്ല. പരലോകത്തെത്തിയാൽ അങ്ങനെ ഒരു അനുവാദം ഇല്ല. മറിച്ച് എന്താണുള്ളത്? അനുവാദം കൊടുക്കണം. ശുപാർശ ചെയ്യുന്നതിന് നിനക്ക് അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയണം, അള്ളാഹു പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ശുപാർശ ചെയ്യാനുള്ള അനുവാദം അല്ലെങ്കിൽ അധികാരം, അതിനുള്ള അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ശുപാർശ ചെയ്യുന്നവനുള്ള നിബന്ധനയാണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഈ ലോകത്ത് വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും ഒക്കെ പരലോകത്തെത്തിയാൽ ശുപാർശ ചെയ്യുന്നവരാണ് എന്നാണല്ലോ വാദം. മുശ്രിക്കുകളായ ആളുകൾ പോലും പറഞ്ഞിരുന്നത്, ഞങ്ങൾ എന്തിനാണ് ഈ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്ക് എന്നാണ്. ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നത്, ശുപാർശ എന്ന് പറയുന്നത്, ഇവിടെ പരലോകത്തുള്ള ശുപാർശ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാത്രം ഉടമസ്ഥതയിലുള്ളതാണ്. വേറൊരാൾക്കും അതിന് ഉടമസ്ഥതയില്ല. ഏതെങ്കിലും തരത്തിലുള്ള വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർക്കൊക്കെ ശുപാർശ പറയാൻ, മന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകൾക്കൊക്കെ ശുപാർശ പറയാനുള്ള അനുവാദം ഒരുപക്ഷെ ഉണ്ടായി എന്ന് പറയാം. അവർക്കത് കാര്യം പറയാനും സാധിച്ചു എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരു അനുമതി പടച്ചവന് മാത്രം അനുമതിയുള്ളതായിരിക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, അതേപോലെ ശുപാർശ പറയപ്പെടുന്നവന്റെയും പറയുന്നവന്റെയും ഒക്കെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായിരിക്കണം എന്നും കൂടെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. മൻ റളിയ ലഹു ഖൗല വറളിയ ലഹു ഖൗല എന്ന് പറഞ്ഞാൽ പറയുന്നവനും പറയപ്പെട്ടവനും ആർക്ക് വേണ്ടിയാണോ പറയുന്നത്, ആരാണോ പറയുന്നത്, രണ്ടുപേരുടെയും വാക്കുകളും പ്രവർത്തികളും ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോന്ന ആളുകൾക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ എന്നാണ് സൂചിപ്പിച്ചത്. ഖുർആൻ തന്നെ ചോദിച്ചില്ലേ, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹുവിന്റെ അനുവാദപ്രകാരമല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്താനുള്ളത് എന്ന് ചോദിക്കുമ്പോ എല്ലാവർക്കും ബാധകമാണ് ആ കാര്യങ്ങൾ. നമ്മള് ജനങ്ങള് പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ പരലോകത്ത് എന്ന്. ഈ ലോകത്ത് നടപ്പുള്ളത് പോലെ ഇഷ്ടം പോലെ ശുപാർശ നടത്താനോ സ്വാധീനം ചെലുത്താനോ മുൻകൂട്ടി സമ്മതം കിട്ടാതെ ശുപാർശ ചെയ്യാനോ ഒരാൾക്കും തന്നെ അവിടെ സാധ്യമല്ല എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം അവിടുത്തെ വിധികർത്താവ് എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ വിധികർത്താവ്? പരലോകത്തിലെ വിധികർത്താവ് ആരാണ്? ആളുകൾ ശുപാർശ പറഞ്ഞിട്ട് അതിനനുസരിച്ച് വിധി പറയുന്ന ഒരാളാണോ അവിടെ?
അല്ല, സൃഷ്ടികളുടെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ സംബന്ധിച്ചൊക്കെ സൂക്ഷ്മമായി പരിപൂർണമായും അറിയുന്ന പടച്ചറപ്പാണ് അവിടെയുള്ളത്. അവന്റെ മുമ്പിലാണ് ഇവിടെ ശുപാർശ പറയാൻ വേണ്ടി ആളുകൾ എടുക്കുന്നത്. അപ്പോ അത്രയും വലിയ ശുപാർശകളൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക? ഉണ്ടാകുന്ന ശുപാർശയെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ഒരു വിചാരണയിലേക്ക് എടുക്കണേ എന്ന് പറയുന്ന ഒരു ശുപാർശയുണ്ട് ആദ്യമായിട്ട്. അവസാനമായി മറ്റൊരു വിചാരണയുണ്ട്. നരകത്തിലെ ശിക്ഷ കഴിഞ്ഞവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലാക്കണേ എന്ന് പറയുന്ന വിചാരണയുണ്ട്. ഇതേപോലെ അല്ലാതെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരക ശിക്ഷയ്ക്ക് വിധേയമായ ഒരാളെ നരകശിക്ഷ കൊടുക്കാതെ അവൻ എന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താൻ ഒരു വഴിയുമില്ല. ഒന്നുകൂടെ പറഞ്ഞാല്, തുടക്കത്തിൽ ആളുകളൊക്കെ മഹിശറയിൽ നിൽക്കുമ്പോ, സുദീർഘമായ നൃത്തത്തിൽ ആകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നുകൊണ്ട് കുറെ കാലം കഴിച്ചു കൂട്ടിയിട്ട് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക്, അല്ലെങ്കിൽ നരകത്തിലേക്ക് ഒക്കെ പോകാൻ പറ്റാവുന്ന വിധത്തിൽ അവർക്ക് നീ മഹിശറയിൽ വിചാരണ ഏർപ്പാടാക്കണേ എന്ന് പറയുന്ന ഒരു ശുപാർശ. അതേപോലെ നരകശിക്ഷ കഴിഞ്ഞ ആളുകൾക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകി അവരെ സ്വർഗത്തിലാക്കണേ, ശിക്ഷാ കാലാവധി കഴിഞ്ഞ ആളുകളെ സ്വർഗത്തിലാക്കണേ എന്ന് പറയുന്ന രൂപത്തിലുള്ള ശുപാർശകൾ മാത്രമാണ് പരലോകത്തുള്ളത്. അതിൽ കവിഞ്ഞ് മറ്റേതെങ്കിലും ഒരു കുറ്റവാളിക്ക് അയാളുടെ കുറ്റം ഒഴിവാക്കി കൊടുക്കാനും നരകശിക്ഷയിൽ നിന്ന് മോചനം നൽകാനും ഒക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു ശുപാർശയുമായിട്ട് ആരെങ്കിലും വരും അവിടെ പരലോകത്ത്? അതുണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അത് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? എന്ന് ചോദിക്കുന്ന ആ ചോദ്യം അതാണ്. അപ്പോ ഒരടിമക്ക് പറയാൻ കഴിയുന്നതും അള്ളാഹുവിന് ഏറ്റവും തൃപ്തികരമായ വാക്കുകൾ. ആ വാക്ക് ഏതാണെന്നറിയോ? ഒരു തൃപ്തി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ പറഞ്ഞത് ആരാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തികരമായ വാക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. എന്റെ ശുപാർശ പരലോകത്ത് ഉപകാരപ്പെടുന്നത് ആർക്കാണെന്നറിയാമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അത് ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇഖ്ലാസോട് കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് പരലോകത്ത് എന്റെ ശുപാർശ ഉപകാരപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. അതാണ് ഈ വിഷയമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇനി 110-ാമത്തെ ആയത്തിലേക്ക് പോകുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, മുമ്പിലുള്ളതും പിന്നിലുള്ളതും. മാ ബൈന ഐദി, ഐദി എന്ന കൈകൾ എന്നാണല്ലോ. പക്ഷെ ബൈന ഐദി എന്ന് പറയുന്നത് മുന്നിൽ എന്ന അർത്ഥത്തിലാണല്ലോ എന്ന് നമുക്കറിയാലോ. ഖുർആനിൽ അങ്ങനെ പലതവണ വരുന്നത്. വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു. വലാ യുഹീതൂന ബിഹി ഇൽമാ, അവർക്കാകട്ടെ അതിനെപ്പറ്റിയൊന്നും പരിപൂർണമായി അറിയാനാവുകയില്ല. വലാ യുഹീതൂന, അവർ വലയം ചെയ്തിട്ടില്ല, അവർ പരിപൂർണമായി അറിയുന്നവരല്ല. ബിഹി ഇൽമാ, അതിനെ സംബന്ധിച്ച് ഒരു ഇൽമും പൂർണമായ വിധത്തിൽ അവർക്ക് ഇല്ല എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമാ. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു, അവർക്കാകട്ടെ അതിനെപ്പറ്റിയൊന്നും പരിപൂർണമായി അറിയാനാവുകയുമില്ല എന്നാണ് ഈ ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. അതിലുള്ള പദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള പ്രധാനപ്പെട്ട ക്രിയകൾ പരിശോധിച്ചാൽ യഅലമു എന്ന് വന്നിട്ടുണ്ട്, അവൻ അറിയുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, യഅലമു അറിയുന്നു, ഇൽമുൻ അറിവ്. നിങ്ങളങ്ങനെ പഠിച്ചു പോയാല് കുറെ വാക്കുകൾ പഠിക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. അവൻ അറിയുന്നു എന്നാണ് ഈ അലമു എന്നതിന്റെ അർത്ഥം. അലിമ എന്നാണ് അതിന്റെ മാദി, കഴിഞ്ഞ കാലക്രിയ. അറിഞ്ഞു, യഅലമു അറിയുന്നു, അറിയുക അതിന്റെ മസ്ദർ ഇൽമുൻ അറിയൽ എന്നാണ്. അഹാത്ത യുഹീത്തു ഇഹാത്തത്തുൻ, അതിൽ നിന്ന് വന്ന പദമാണ് യുഹീത്തൂന, അവർ പൂർണ്ണമായി ഗ്രഹിക്കുന്നു, വലയം ചെയ്യും. അതാണ് ശരിക്കുള്ള അർത്ഥം. ഹായിത്തു എന്ന് പറയാറുണ്ട് മതിലിന് പറയാ ഹായിത്തു എന്നാണ്, ചുറ്റുമതിൽ എന്ന്. അഹാത്ത വലയം ചെയ്തു, അല്ലെങ്കിൽ പൂർണ്ണമായി ഗ്രഹിച്ചു. യുഹീത്തു പൂർണ്ണമായി ഗ്രഹിക്കുന്നു. ഇഹാത്തത്തുൻ ഗ്രഹിക്കുക, വലയം ചെയ്യുക. അപ്പൊ മനുഷ്യരുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അള്ളാഹുവിന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവിന് പരിമിതിയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല അവർക്ക്. അവന്റെ അറിവിനെ കുറിച്ച് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് അവർക്ക് അറിയില്ല. അങ്ങനെ പലതും മനുഷ്യന്, അവന്റെ ഭാവിയെ സംബന്ധിച്ച് മനുഷ്യൻ അറിയില്ല. മനുഷ്യന്റെ അറിവിന് ഒരുപാട് പരിമിതികളുണ്ട് എന്ന്. അള്ളാഹുവിന്റെ അറിവ് അത് സമ്പൂർണമായ അറിവ് എന്നാണ് അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ച് പറയുക. ഇഹാത്തത്ത് അൽ ഇൽമ്. സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കോ? ഇല്ല. എന്നാൽ അള്ളാഹുവിന് സൃഷ്ടികളെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയില്ലേ? ഉണ്ട്. അള്ളാഹു ഒരാളെ അറിയുന്നത് അയാളുടെ A to Z ആണ്. അയാളുടെ എല്ലാ വശങ്ങളുമാണ്, എല്ലാ വിഷയങ്ങളുമാണ്. ശരീരം അറിയാം, ശരീരത്തിലെ അവയവങ്ങൾ അറിയാം, അവന്റെ വാക്കുകൾ അറിയാം, അവന്റെ പ്രവർത്തികൾ അറിയാം, അവന്റെ കഴിഞ്ഞ കാലം അറിയാം, വർത്തമാനം അറിയാം, അവരുടെ ഭാവി അറിയാം. എല്ലാം അള്ളാഹുവിന് അറിയുന്നു. മുമ്പുള്ളതും അറിയുന്നു, പിന്നിലുള്ളതും അറിയുന്നു, കഴിഞ്ഞ കാലം അറിയുന്നു, വരാനുള്ള കാലം അറിയുന്നു, മുന്നിലുള്ള കാലം അറിയുന്നു, പിന്നിലുള്ള കാലം അറിയുന്നു. അവന്റെ മുന്നിലൂടെ പോകുന്നത് അറിയുന്നു, അവന്റെ പിന്നിലൂടെ വരുന്നത് അറിയുന്നു. എല്ലാം അറിയുന്നവനാണ്. മനുഷ്യന്റെ അറിവ് ഇങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ പരിമിതമാണ്. ഈ അറിവ് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ മനുഷ്യന് ചോദ്യം ചെയ്യാൻ പറ്റുമോ? സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ ഒരുപാട് മുന്നേറി. പക്ഷെ മനുഷ്യന്റെ ഒരു പരാജയം എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ മനുഷ്യന്റെ പരാജയം എന്ന് പറയുന്നത്? മനുഷ്യൻ എത്ര തന്നെ സാങ്കേതികമായി മുന്നേറിയാലും ഭാവി എന്താണ് എന്ന് മനുഷ്യന് അജ്ഞാതമാണ്. അവൻ അതിന്റെ മുമ്പിൽ ജാഹിലാണ്. നാളെ എന്താണ് എനിക്ക് സംഭവിക്കുക എന്നുള്ളത്, അടുത്ത നിമിഷം എനിക്ക് എന്തുണ്ടാകും എന്നതിനെ സംബന്ധിച്ച് ലോകത്ത് എത്ര സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ എത്ര തന്നെ മുന്നേറിയാലും ഒരു മനുഷ്യനും പറയാൻ സാധിക്കുകയില്ല എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം, അല്ലെ? അവിടെയാണ് അല്ലാഹു പറയുന്നത് എന്ന്. മനുഷ്യൻ നേടുന്ന വിജ്ഞാനങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്, സാമൂഹികമാണ്, ആത്മീയമാണ്. ഇങ്ങനെ ഏത് തരത്തിലുള്ള അറിവുകൾ മനുഷ്യൻ നേടിയാലും അള്ളാഹു ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്ന നിയമങ്ങൾക്കും അവൻ നൽകിയ കഴിവിനുമുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ മനുഷ്യന് അവന്റെ വിജ്ഞാനം നേടാൻ സാധിക്കുള്ളൂ. അവൻ എന്ത് തന്നെ നേടിയാലും, എന്ത് ശാസ്ത്രീയപരമായ, സാമൂഹികമായ, ആത്മീയമായ എന്ത് ഇൽമ് മനുഷ്യൻ നേടിയാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ച ഇൽമുകളാണ്. ആ ഇൽമുകൾ മാത്രമാണ് മനുഷ്യന് നേടാൻ സാധിക്കുന്നത്. അഥവാ മനുഷ്യരുടെ ഭാവിയും ഭൂതവും അവർക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു മാത്രമേ അറിയുള്ളൂ. മനുഷ്യരാകട്ടെ അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു റൂമിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, ആണല്ലോ. നമ്മുടെ മുമ്പിൽ ഒരു മേശ ഉണ്ട്. ആ മേശയെ നമ്മൾ കാണുന്നു. എന്നാൽ ആ മേശക്ക് അതിന്റെ തന്മാത്ര ഘടന, അതിലെ കോടിക്കണക്കിന് അണുക്കളുടെ ചലനങ്ങൾ, അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സൂക്ഷ്മജീവികൾ, അതിന്റെ യഥാർത്ഥ രാസഘടന, ഇവയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു മേശ കാണുന്നു എന്നല്ലാതെ ഇപ്പറഞ്ഞ രൂപത്തിലൊന്നും അതിനെ മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല.
നമ്മുടെ മുന്നിലുള്ള വായുവിൽ, നമ്മുടെ മുഖത്തിന്റെ നേരെ മുന്നിലുള്ള വായുവിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, എന്തൊക്കെ വാതകങ്ങളുണ്ട്, അത് എത്ര അളവിലാണുള്ളത്, അതിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ എന്താണ് എന്ന് മനുഷ്യന് അറിയാൻ സാധിക്കോ? ഇല്ല. അതറിയുന്നത് അള്ളാഹുവാണ്. അപ്പോ മനുഷ്യന് അറിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ അറിയുന്നത് വെറും ബാഹ്യരൂപം മാത്രമാണ്. ബാഹ്യരൂപം മാത്രമാണ് മനുഷ്യന്റെ അറിവിന്റെ പരിമിതി. അതാ. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ യുഹീത്തൂന ബിഹി ഇൽമൻ എന്ന് പറയുമ്പോ സമ്പൂർണമായ ജ്ഞാനമുണ്ട് എന്ന് പറയും. മനുഷ്യന്റെ അവസ്ഥ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ തൊട്ടു പിന്നിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയോ? നമ്മളിപ്പോ കടന്നു വന്നിട്ടുണ്ടാവും, ആടുന്ന് കൂടെ നടന്നു പോകുന്നതാണ്. പക്ഷെ നടന്നു വന്ന ആ വഴിയിൽ 1 മീറ്റർ പുറകിലായിട്ട് ഇപ്പൊ എന്താണുള്ളത് എന്ന് മനുഷ്യന് അറിയാൻ സാധിക്കോ? ഇല്ല. അവന്റെ കണ്ണ് അവന്റെ മുൻഭാഗത്താണുള്ളത്, ബാക്കിലല്ല. അതുകൊണ്ട് അവന്റെ തൊട്ടുപിറകിൽ 1 മീറ്റർ പുറകിൽ എന്താണ് ഉള്ളത് എന്ന്, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനുഷ്യന് അറിയാൻ സാധിക്കുന്നില്ല. അവരുടെ പിന്നിലുള്ളത് എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ റൂമിൽ ഇരിക്കുമ്പോ അടുത്ത റൂമിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഉണ്ടോ? നമ്മൾ ഒരു നിമിഷം മുമ്പ് കടന്നു പോകുന്ന വഴിയിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. അതേപോലെ നമ്മുടെ തൊട്ടടുത്ത റൂമിൽ, നമ്മുടെ മുമ്പിലുള്ള തൊട്ടടുത്ത റൂമിൽ എന്താണ് ഉള്ളത് എന്ന്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ടല്ലോ ഖുർആൻ. ഖിദർ നബി അലൈഹി ഇസ്ലാമയുടെ അദ്ദേഹം കപ്പൽ ഓട്ടയാക്കിയത്, കുട്ടിയെ കൊന്നത്, മതിൽ പണിതത്, ഇവിടൊക്കെ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തിനാ ഖിദർ താങ്കൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? മൂസാ നബി അലൈഹി സ്വലാമക്കുള്ള അറിവ് എന്ന് പറയുന്നത് ബാഹ്യരൂപം മാത്രമായിരുന്നു. അതിന്റെ പിന്നിലുള്ള പടച്ചവന്റെ ദൈവികമായ ജ്ഞാനം അദ്ദേഹത്തിന് മാത്രമായി അറിയിച്ചു കൊടുത്ത ആ ജ്ഞാനം, അത് മനസ്സിലാക്കാൻ മൂസാ നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് സാധ്യമായിരുന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഭാവിയും ഭൂതവും അതിനൊക്കെ ഉള്ള മനുഷ്യൻ അവന്റെ അജ്ഞതയെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ അവന്റെ തൊട്ടു മുന്നിലും പിന്നിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അവന്റെ പരിമിതിയെ സംബന്ധിച്ച് ഇവിടെ വ്യക്തമായി ബോധ്യപ്പെടുത്തുക. മനുഷ്യ, നിനക്ക് ഒരുപാട് അറിവുകളുണ്ട്, ശരിയാണ്. പക്ഷെ നിന്റെ തൊട്ട് പിന്നിൽ എന്താ നടക്കുന്നത് എന്ന് നിനക്ക് അറിയാൻ സാധിക്കുന്നില്ലല്ലോ. അതേപോലെ നിന്റെ ഭാവിയെ സംബന്ധിച്ച് നിനക്ക് പറയാൻ സാധിക്കുകയില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു ചിന്ത മനുഷ്യരിൽ വിനയം വളർത്തും. സർവജ്ഞാനിയായ പടച്ച റബ്ബിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കാൻ, തവക്കുൽ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കും. നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് അറിയുന്നവനായ പടച്ചവനിൽ തവക്കുൽ ചെയ്യുന്നു. നമ്മുടെ പിന്നിൽ തൊട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുപോലും അറിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പിന്നെ ചെയ്യേണ്ടത് എന്താ? അവൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു. ഖുർആൻ പറഞ്ഞത് യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറത്തി ഗാഫിലൂൻ എന്ന. ആളുകൾക്കൊക്കെ അറിയാം, അവർ അറിയുന്നുണ്ട്. എന്തറിയുന്നുണ്ട്? ഭൗതിക ജീവിതത്തിന്റെ ബാഹ്യമായ വശങ്ങൾ മാത്രം അവർ അറിയുന്നു. ഈ ആയത്ത് മനുഷ്യരുടെ അറിവിനെ കുറച്ച് കാണിക്കുകയല്ല. വഹും അനിൽ ആഖിറത്തി ഹും ഗാഫിലൂൻ, അവർ അവരുടെ പരലോകത്തെ സംബന്ധിച്ച് തികച്ചും അശ്രദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂചിപ്പിച്ച ഈ ആയത്ത് മനുഷ്യന്റെ അറിവ് എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? മനുഷ്യന് അറിവുണ്ട്, പക്ഷേ ആ അറിവ് എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. എവിടെയൊക്കെയാ മനുഷ്യന് അറിവുള്ളത്? കച്ചവടത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും മനുഷ്യന് അറിവുണ്ട്. പണം എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ ലാഭം ഉണ്ടാക്കാം, അതെവിടെ നിക്ഷേപിക്കണം, വിപണിയുടെ ഗതി എന്താണ് എന്നൊക്കെ മനുഷ്യന് കൃത്യമായിട്ട് അറിയാം. കൃഷിയിലും വ്യവസായത്തിലും അറിവുണ്ട്. എപ്പോഴാണ് വിത്തിറക്കേണ്ടത്, എങ്ങനെയാണ് വിളവെടുക്കേണ്ടത്, എങ്ങനെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം, എങ്ങനെ കാര്യക്ഷമമായി ഫാക്ടറികൾ നടത്താം എന്നതിലൊക്കെ വൈദഗ്ധ്യമുണ്ട് മനുഷ്യർക്ക്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും മനുഷ്യന് അറിവുണ്ട്. പ്രപഞ്ചത്തിലെ നിയമങ്ങൾ, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന രീതി, അതിന്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന വിധം, അങ്ങനെ ഒരുപാട് സാങ്കേതികമായ മനുഷ്യർക്ക് അറിവുണ്ട്.
അതേപോലെ മനുഷ്യർക്ക് അറിവുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ മനുഷ്യർക്ക് അറിവുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നറിയോ? ജീവിത സുഖങ്ങളിലും വിനോദങ്ങളിലുമൊക്കെ മനുഷ്യർക്ക് നല്ല അറിവാ. എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുക, എങ്ങനെയാണ് ആനന്ദിക്കുക, എങ്ങനെയാണ് പ്രശസ്തി നേടുക, ഏറ്റവും രുചികരമായ ഭക്ഷണം എങ്ങനെയാണ് പാകം ചെയ്യുക, അത് കിട്ടുന്ന സ്ഥലത്തേക്ക് എവിടെയാണുള്ളത്, അവിടേക്ക് എങ്ങനെയൊക്കെയാ പോകേണ്ടത്, ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ മനുഷ്യർക്ക് അറിവുണ്ട്. അപ്പോ കച്ചവടത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും മനുഷ്യന് അറിവുണ്ട്, കൃഷിയിലും വ്യവസായത്തിലും മനുഷ്യന് അറിവുണ്ട്, ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും മനുഷ്യന് അറിവുണ്ട്, ജീവിത സുഖങ്ങളിലും വിനോദങ്ങളിലുമൊക്കെ മനുഷ്യർക്ക് അറിവുകളുണ്ട്. ചുരുക്കത്തിൽ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാം, അതാണ് ലാഹിറം മിനൽ ഹയാത്തി ദുനിയ എന്ന് ഖുർആൻ പറഞ്ഞത്. സൂറത്ത് റൂമിൽ നമ്മളിത് പഠിച്ചു പോയതാണ്. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാം, എങ്ങനെ വിജയിക്കാം, എങ്ങനെ സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള അറിവിൽ മനുഷ്യർ ഏറെ മുൻപന്തിയിലാണ്. ഖുർആൻ അവരുടെ കഴിവുകൾ അംഗീകരിക്കുക. നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ അറിവുള്ള ആളുകളാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുക. യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയില്ല. അതാണ് ആയത്തിന്റെ രണ്ടാം ഭാഗം. അവിടെ ഭൗതിക കാര്യങ്ങളിൽ ഇത്രയധികം അറിവുണ്ടായിട്ടും അതിനേക്കാൾ പ്രാധാന്യമുള്ള ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പൂർണ്ണമായും ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ് എന്ന് പറയുന്നത്. ഇത് കട്ടായി കഴിഞ്ഞാൽ ക്ലാസ് കഴിയൂട്ടോ, പെയ്ഡല്ല. അതുകൊണ്ട് എന്തെല്ലാണ് യാഥാർത്ഥ്യങ്ങൾ, മനുഷ്യൻ അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ എന്താ? അറിവ് നേടണം എന്ന് പറയുന്നത്, അറിവുണ്ടാകണം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാ ഖുർആന്റെ മുമ്പിൽ ഇരിക്കുന്നത്? നമ്മൾ എന്തിനാ ഇത് കേൾക്കുന്നത്? അറിവ് നേടാനാണ്. എന്താണ് ഈ അറിവ് എന്ന് പറയുന്നത്? ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിയണം. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ എവിടെ നിന്നാ വന്നത്? എന്റെ മരണശേഷം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനുഷ്യൻ അറിയണം. അതറിയാനുള്ള അറിവ് നേടണം മനുഷ്യൻ. മനുഷ്യന്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച് അറിയണം മനുഷ്യൻ. ഈ പ്രപഞ്ചത്തെയും എന്നെയും സൃഷ്ടിച്ചത് ആരാണ്? ആ ശക്തിക്ക് മുമ്പിൽ എനിക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? മനുഷ്യൻ അറിയേണ്ട ഒരു അറിവാണ്. മൂന്നാമത്തത്, മരണാനന്തരം ഒരു ജീവിതമുണ്ടോ? എന്റെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുമോ? സ്വർഗവും നരകവും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണോ? ഇത് മനുഷ്യൻ അറിയേണ്ട ഒരു അറിവാണ്. ഇതിനെ സംബന്ധിച്ച് ഗാഫിലൂൻ, അവർ അശ്രദ്ധവാന്മാരാണ് എല്ലാരും. നാലാമത്തത്, ഈ ലോകം കേവലം ഒരു പരീക്ഷണശാല മാത്രമാണ് എന്ന്, യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന കാര്യങ്ങളുടെ ആന്തരികമായ ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മനുഷ്യനുണ്ടാകേണ്ട ഒരു അറിവുണ്ട്. ഈ 4 അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മറ്ററിവുകൾക്കുണ്ട് ഉപകാരമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ നിലക്കും മനുഷ്യർക്ക് അറിവുണ്ട്. പക്ഷേ ഈ 4 വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എവിടെ നിന്നാ ഞാൻ വന്നത്, എന്റെ മരണശേഷം ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഈ പ്രപഞ്ചത്തെയും എന്നെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്, ആ ശക്തിക്ക് എനിക്ക് എന്നോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്, മരണാനന്തരം എന്താണ് സംഭവിക്കുക, അവിടെ ഒരു ജീവിതമുണ്ടോ, കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുമോ, സ്വർഗവും നരകവും ഒക്കെ ഉണ്ടോ, അത് യാഥാർത്ഥ്യമാണോ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഇതാണോ പരമാവധിയുള്ള ജീവിതം എന്ന് പറയുന്നത്? അല്ലല്ലോ, ഇതൊരു പരീക്ഷണശാല മാത്രമാണ്, യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നേയുള്ളൂ എന്നൊക്കെ മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ അറിവ് എന്ന് മനുഷ്യൻ ആലോചിക്കണം. ഒരു ഉദാഹരണം പറയാം. കാർ ഓടിക്കുന്ന ഒരാള്, അയാൾ വളരെ വിദഗ്ധനായ ഡ്രൈവറാണ്. അയാൾക്ക് കാറിന്റെ എഞ്ചിനെ പറ്റി അറിയാം, അതിന്റെ വേഗതയെ സംബന്ധിച്ചറിയാം, അത് കേടായാൽ എങ്ങനെ നന്നാക്കാൻ അറിയാം. എന്നാൽ അയാൾക്ക് അറിയാതെ പോയൊരു സംഗതി ഉണ്ട്. അതെന്താണെന്നറിയോ? അറിയാതെ പോയ സംഗതി, ഈ യാത്ര എങ്ങോട്ടാണ്, ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ്, ഞാൻ ഈ കാർ ഓടിച്ചു പോകുന്നത് എങ്ങോട്ടാണ് എന്ന് അയാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ വിഡ്ഢിയല്ലേ? ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാറിന്റെ വിദഗ്ധനായ ഡ്രൈവറെ പോലെ എഞ്ചിനെ കുറിച്ചറിയാം, വേഗതയെ കുറിച്ചറിയാം, കേടായാൽ എങ്ങനെ നന്നാക്കാം എന്നൊക്കെ അറിയാൻ പറ്റാവുന്ന ഒരാൾക്ക് ഈ കാർ എങ്ങോട്ടാണ് പോകുന്നത്, ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരറിവില്ലെങ്കിൽ, സാങ്കേതികമായ വശങ്ങളിലൊക്കെ ഒരുപാട് വിവരമുണ്ടായിട്ട് എന്ത് കാര്യം, പരലോകത്തെ സംബന്ധിച്ച് ചിന്തയില്ലാത്ത ആളുകളുടെ ഉദാഹരണം എങ്ങനെയാണ് എന്ന്. അതേപോലെ ഭൗതികവാദികളായ ആളുകൾ ഈ ലോക ജീവിതം എന്ന വാഹനത്തെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്.
എന്നാൽ ജീവിതം എന്ന യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യമായ പരലോകത്തെ അവർ മറന്നുപോകുന്നു. അപ്പൊ അവരുടെ അറിവ് എന്നത് ഉപരി വിപ്ലവമാണ് എന്ന് പറയാം, ലാഹിറാണ് എന്ന് പറയാം, ഉപരി വിപ്ലവമാണ് എന്ന് പറയാം. കാരണം എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർ, പക്ഷെ എന്തിന് എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിന്, എന്തിനാണ് ഈ ജീവിതം എന്നതിനെ സംബന്ധിച്ച് അവരോട് ചോദിച്ചാൽ ഉത്തരമില്ല. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവിടെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ഒരു വിഷയം ഒരുപാട് സൂചിപ്പിക്കാനുണ്ട്. മനുഷ്യൻ ജനിക്കുന്ന യഥാർത്ഥത്തിൽ ഒന്നും അറിയാത്തവനായിട്ടാണ്. എന്നാൽ അറിവ് നേടാൻ ആവശ്യമായ ഉപകരണങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തശ്കുറൂൻ. ഒന്നും അറിയാത്തവരായ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പൊ അറിവില്ലാത്തവരായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് നേടാനുള്ള ഉപകരണങ്ങൾ എന്നുള്ള നിലയ്ക്ക് സമഉം അബ്സാറും അഫ്ഇദത്തും പറഞ്ഞു, ഇല്ലേ? കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകി എന്ന് അള്ളാഹു പറഞ്ഞത് എന്തിനാണ്? അത് ഉപകാരപ്പെടുത്താനാണ്. അതുകൊണ്ട് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എന്താണ് അറിയേണ്ടത്, അറിയേണ്ട അറിവുകൾ മനുഷ്യൻ നേടണം എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ്. മാത്രല്ല അള്ളാഹു ഒരു കാര്യത്തെ സംബന്ധിച്ച് വർധനവുണ്ടാകണം എന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയത്തെ പറ്റി മാത്രം അഖുർ റബ്ബി സിദ്നി ഇൽമാ, അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം. സിദ്നി എന്ന് പറഞ്ഞ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞ ഒരേ ഒരു ആയത്താണ്. അതെന്താ? അറിവ് വർദ്ധിപ്പിച്ചു തരണം എന്നാണ്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ചോദിക്കുമ്പോ നിരന്തരമായി അറിവ് നേടാനുള്ള ആവശ്യമാണ്. അങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട്. അത് നോട്ട്സിൽ നോക്കിയാൽ മനസ്സിലാകും. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, അറിവ് നേടാൻ നിർബന്ധമാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിവ് നേടാൻ ഒരുങ്ങിയാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കി കൊടുക്കുന്നത്.